വികസനത്തിന്റെ പാതയിൽ LDF സർക്കാർ 100ന്റെ നിറവിൽ ക്ഷേമ പെൻഷനുകൾ വീട്ടിലെത്തിച്ചും കശുവണ്ടി ഫാക്ടറികൾ തുറന്നും ആരോഗ്യ കാർഷിക മേഖലകളിൽ പുത്തൻ ഉണർവ് പകർന്നുമാണ് സർക്കാർ 100ാം ദിനത്തിൽ എത്തിയിരിക്കുന്നത്. അഴിമതിക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചാണ് LDF സർക്കാരിന്റെ ധീരമായ ചുവടുവയ്പ്. പ്രവർത്തനങ്ങളിലൂന്നിയും പ്രകടന പത്രിക യാഥാർത്ഥ്യമാക്കിയുമാണ് മെയ് 25-ന് അധികാരത്തിലേറിയ LDF സർക്കാർ ഇന്ന് 100ാം ദിനത്തിലെത്തുന്നത്. ക്ഷേമ പെൻഷൻ 1000 രൂപയാക്കി വർദ്ധിപ്പിച്ചതടക്കമുള്ള ജനകീയ തീരുമാനങ്ങൾ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ കൈക്കൊണ്ടിരുന്നു. മുടങ്ങിക്കിടന്ന പെൻഷൻ കുടിശ്ശിക തീർത്ത് വീട്ടിലെത്തിച്ചു തുടങ്ങിയത് 37.12 ലക്ഷം പെൻഷൻകാർക്കാണ് ആശ്വാസമായത്. കൂടാതെ സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നും വായ്പയെടുത്ത പാവപ്പെട്ടവർക്ക് ആശ്വാസമായി മുഖ്യമന്ത്രിയുടെ പ്രത്യേക കടാശ്വാസ പദ്ധതിയും യാഥാർത്ഥ്യമായി. കടുത്ത സാമ്പത്തിക മാന്ദ്യത്തിന്റെ നാളുകളിലാണ് കേരളത്തിന് താങ്ങായി ബജറ്റിലെ പ്രത്യേക മാന്ദ്യവിരുദ്ധ പാക്കേജ് പ്രഖ്യാപിച്ചത്. അടിസ്ഥാന സൗകര്യ വികസനത്തിനും കാർഷിക മേഖലയ്ക്കും ബജറ്റിൽ പ്രത്യേക ഊന്നൽ നൽകി. ഏറെക്കാലമായി പൂട്ടിക്കിടന്ന കശുവണ്ടി ഫാക്ടറികൾ തുറന്നത് ധീരമായ സർക്കാർ നിലപാടാണ് ഉയർത്തിക്കാട്ടിയത്. ഒപ്പം സാധാരണക്കാരന്റെ കുടുംബ ബജറ്റുകൾ ഭദ്രമാക്കാൻ വിപണി ഇടപെടലും നടത്തി. കഴിഞ്ഞ UDF സർക്കാരിന്റെ അനധികൃത ഭൂമി കൈമാറ്റങ്ങൾ റദ്ദാക്കി മെത്രാൻകായൽ, ആറന്മുള എന്നിവിടങ്ങളിൽ കൃഷിയിറക്കാനുള്ള തീരുമാനവും അടച്ചുപൂട്ടൽ ഭീഷണി നേരിട്ടതും അടച്ചുപൂട്ടിയതുമായ 4 സ്കൂളുകൾ ഏറ്റെടുത്തതും സർക്കാരിന്റെ വിപ്ലവകരമായ നടപടികളായി. പെരുമ്പാവൂർ ജിഷ വധക്കേസിൽ പുതിയ അന്വേഷണ സംഘത്തെ പ്രഖ്യാപിച്ചതും പ്രതി അനാറുലിനെ പിടികൂടിയതും സർക്കാരിന് മറ്റൊരു നേട്ടമായി. അഴിമതിക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചാണ് LDF സർക്കാർ 100ാം ദിനത്തിൽ എത്തിയിരിക്കുന്നത്. 100 ദിനമെന്നത് സർക്കാരിന് വലിയതല്ല, എന്നാൽ ജനകീയ പ്രവർത്തനങ്ങളാൽ ജനപ്രീതി നേടി എന്നതാണ് ഈ സർക്കാരിന്റെ വലിയ നേട്ടം. സുനിൽ അരിമാനു, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. LDF സർക്കാരിന്റെ 100ാം ദിനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ റേഡിയോ സന്ദേശം. രാജ്യത്തിന്റെ ഐക്യം തകർക്കാൻ ശ്രമിക്കുന്ന ഛിദ്രശക്തികളെ തിരിച്ചറിയണമെന്ന് മുഖ്യമന്ത്രി. സുസ്ഥിര വികസനം ഉറപ്പാക്കുന്നതിനൊപ്പം മാലിന്യമുക്ത കേരളം യാഥാർത്ഥ്യമാക്കുക എന്നത് സർക്കാരിന്റെ ലക്ഷ്യങ്ങളിൽ ഒന്നാണെന്നും അദ്ദേഹം പറഞ്ഞു. പശ്ചാത്തല വികസനത്തിനും സാമൂഹ്യ സുരക്ഷയ്ക്കും സർക്കാർ മുന്തിയ പരിഗണന നൽകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കുട്ടികളെ ലഹരിക്ക് അടിമകളാക്കാനുള്ള നീക്കങ്ങൾക്ക് എതിരെ മാതാപിതാക്കളും അധ്യാപകരും ജാഗരൂകരായിരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ 100ാം ദിനത്തോടനുബന്ധിച്ച് സംസ്ഥാന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നടത്തുന്ന പ്രഭാഷണം ഇപ്പോൾ കേൾക്കാം. നമസ്കാരം. ഈ സർക്കാർ അധികാരത്തിലെത്തിയിട്ട് 100 ദിനങ്ങൾ പിന്നിടുകയാണ്. സ്ത്രീ സുരക്ഷ, തൊഴിലവസരമുണ്ടാക്കൽ, വിലക്കയറ്റ നിയന്ത്രണം, ന്യായവില ഉറപ്പാക്കൽ തുടങ്ങി നിരവധി കാര്യങ്ങൾ മുൻഗണനാക്രമത്തിൽ ചെയ്തു പോരുകയാണ്. ഇവയുടെയൊക്കെ പ്രതിഫലനം നാട്ടിൽ കണ്ടു തുടങ്ങിയിട്ടുമുണ്ട്. ഇതുപോലുള്ള ക്രിയാത്മകമായ പ്രവർത്തനങ്ങൾ വരും നാളുകളിൽ കൂടുതൽ ശക്തമായി മുൻപോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. സമൂഹത്തിന്റെ എല്ലാ മേഖലകളിലും സമതുലിതമായ വികസനമാണ് ഈ സർക്കാർ ലക്ഷ്യമിടുന്നത്. കഴിഞ്ഞ 100 ദിനങ്ങൾ കുട്ടികളെ ലഹരിക്കടിമകളാക്കാനുള്ള നീക്കം സംസ്ഥാനത്ത് സജീവമാണ്. മാതാപിതാക്കളും അധ്യാപകരും ഇക്കാര്യത്തിൽ ജാഗരൂകരാകണം. ലഹരി എന്ന വിപത്തിനെ വേരോടെ പിഴുതെറിയാൻ കൂട്ടായ പ്രവർത്തനം വേണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മാലിന്യമുക്ത കേരളം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ കൂട്ടായ പരിശ്രമം വേണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഉറവിട മാലിന്യ സംസ്കരണം നടപ്പാക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. ഭക്ഷ്യമേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ നമ്മൾ കൂട്ടായ പരിശ്രമം നടത്തണം. നാടിന്റെ ഐക്യവും ഒരുമയും തകർക്കാൻ ചില ഛിദ്രശക്തികൾ ശ്രമിക്കുന്നുണ്ട്. അതിനെതിരെ നമ്മൾ ജാഗരൂകരായിരിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നാടിന്റെ വികസനത്തിന് ദീർഘകാലാടിസ്ഥാനത്തിലുള്ള പദ്ധതികൾക്ക് തുടക്കം കുറിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. തെരഞ്ഞെടുപ്പ് കാലത്ത് കശുവണ്ടി തൊഴിലാളികൾക്ക് നൽകിയ വാഗ്ദാനം നിറവേറ്റുകയാണ് ഇടതുപക്ഷ ഗവൺമെന്റ്. കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാർ അടച്ചുപൂട്ടിയ പൊതുമേഖലാ സ്ഥാപനങ്ങളായ കാഷ്യൂ കോർപ്പറേഷനും കാപ്പെക്സും പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന ഇടതു സർക്കാർ ഭരണം തുടങ്ങി 100 ദിവസത്തിനുള്ളിൽ വീണ്ടും തുറന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കശുവണ്ടി തൊഴിലാളികളുടെ വോട്ട് തട്ടാനായിരുന്നില്ല ഇടതുപക്ഷം ശ്രമിച്ചത്. പറഞ്ഞ കാര്യങ്ങൾ ഒന്നൊന്നായി തൊഴിൽ മേഖലയിൽ ഇടതുപക്ഷ സർക്കാർ നടപ്പിലാക്കി വരികയാണ്. സ്വകാര്യ കശുവണ്ടി മുതലാളിമാരുടെ താൽപര്യത്തിന് വഴങ്ങി UDF സർക്കാർ അടച്ചുപൂട്ടിയ കാഷ്യൂ കോർപ്പറേഷന്റെയും കാപ്പെക്സിന്റെയും ഫാക്ടറിയിലെ തൊഴിലാളികൾക്ക് തങ്ങൾക്കിനി വീട്ടിലിരുന്ന് പെൻഷൻ പറ്റേണ്ടി വരുമോ എന്നായിരുന്നു ആശങ്ക. പൂട്ടിയ ഫാക്ടറികൾ ഇടതുമുന്നണി അധികാരത്തിലെത്തിയാൽ തുറക്കുമെന്ന വാഗ്ദാനം അക്ഷരാർത്ഥത്തിൽ ഇടതു സർക്കാർ പ്രതിസന്ധികൾക്കെതിരെ പോരാടി നടപ്പിലാക്കുകയായിരുന്നു. തങ്ങളുടെ പ്രതീക്ഷ നടപ്പിലായതിൽ തൊഴിലാളികൾക്ക് ഡബിൾ ഹാപ്പി. ഞങ്ങൾ ഒന്നടങ്കം എല്ലാവരും നിന്ന് പ്രവർത്തിച്ചതിന് ഞങ്ങൾക്കൊരു ഫലം ഉണ്ടായി. ഞങ്ങൾക്ക് സന്തോഷമാണ്. ജോലി ഇപ്പം 1 വർഷമായില്ലേ, ഇപ്പം ജോലി തുടങ്ങി ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. ഞങ്ങൾക്ക് ജോലി തുടങ്ങിയതാണ് ഏറ്റവും വലിയ സന്തോഷം. ഈ വർഷത്തെ ഓണം ഞങ്ങൾ എവിടെ കൊള്ളു എങ്ങനെ ഒരു പ്രതീക്ഷയില്ലായിരുന്നു. പക്ഷേ ഇപ്പം ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഒരുപാട് ബുദ്ധിമുട്ട് ഈ കടങ്ങളെല്ലാം ശരണം ചെയ്ത് ഇത്രമേൽ ഒപ്പിച്ച് അവരൊക്കെ 100,000 നന്ദി പറയുന്നു ഞങ്ങൾ കശുവണ്ടി മേഖലക്കാർ. തോട്ടണ്ടി വാങ്ങുന്നതിലെ സുതാര്യത ഉറപ്പാക്കാൻ ഈ ടെൻഡർ
നിയമനിർമ്മാണം, തോട്ടണിക്ഷാമം പരിഹരിക്കാൻ സ്വയം പര്യാപ്തത എന്ന ലക്ഷ്യത്തോടെ കശുമാവ് കൃഷി, ഫാക്ടറികൾക്ക് അടിസ്ഥാന വികസന പദ്ധതി, കൂടുതൽ തൊഴിലവസരങ്ങൾ. സർക്കാരിൻ്റെ 100 ദിനങ്ങൾ പ്രതീക്ഷകളുടെ പുതിയ ചരിത്രമാണ് കുറിച്ചത്. പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന ഇടതുപക്ഷ സർക്കാർ സെഞ്ചുറിയുടെ നിറവിലാണ്. പറഞ്ഞ കാര്യം അതുപോലെ നടപ്പിലാക്കിയതിൻ്റെ നന്ദിയാണ് ഈ തൊഴിലാളികൾക്ക്. ആ വാക്കുകളാണ് നമ്മൾ കേട്ടത്. കൊല്ലത്ത് നിന്ന് ക്യാമറമാൻ പ്രമോദ് പന്നിയോടിനൊപ്പം രാജ്കുമാർ. കേരളത്തിന്റെ റെയിൽവേ വികസനത്തിനായി സംസ്ഥാന സർക്കാരും റെയിൽവേ ബോർഡും ചേർന്ന് രൂപീകരിക്കുന്ന സംയുക്ത സംരംഭത്തിന്റെ കരാർ ദില്ലിയിൽ ഒപ്പുവച്ചു. സംസ്ഥാനത്തിന് 51%, റെയിൽവേക്ക് 49% ഓഹരിയാണ് സംയുക്ത സംരംഭത്തിൽ ഉണ്ടാവുക. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ താൽപര്യപൂർവ്വമുള്ള ഇടപെടൽ കാരണമാണ് വേഗത്തിൽ കരാർ ഒപ്പുവയ്ക്കാനായത് എന്ന് റെയിൽവേ മന്ത്രി സുരേഷ് പ്രഭു പറഞ്ഞു. റെയിൽവേ ബോർഡിനു വേണ്ടി എക്സിക്യൂട്ടീവ് ഡയറക്ടർ SC ജെയിനും സംസ്ഥാന സർക്കാരിനു വേണ്ടി ഗതാഗത സെക്രട്ടറി KR ജ്യോതിലാലുമാണ് കരാറിൽ ഒപ്പുവച്ചത്. റെയിൽവേ മന്ത്രി സുരേഷ് പ്രഭുവും സന്നിഹിതനായിരുന്നു. തിരുവനന്തപുരം ചെങ്ങന്നൂർ സബർബൻ റെയിൽപാതയാണ് സംയുക്ത സംരംഭം ആദ്യം പൂർത്തീകരിക്കുക. അങ്കമാലി ശബരിപാത, നിലമ്പൂർ നഞ്ചൻകോട്, ഗുരുവായൂർ തിരുനാവായ, കൊച്ചി മധുര റെയിൽപാതകളും പാലക്കാട് കോച്ച് ഫാക്ടറി തുടങ്ങിയ പദ്ധതികളും പുതിയ സംരംഭം ഏറ്റെടുക്കും. കരാർ ഒപ്പുവയ്ക്കുന്നത് വേഗത്തിലാക്കാൻ പ്രയത്നിച്ച കേരള മുഖ്യമന്ത്രിയെ അഭിനന്ദിക്കുന്നതായി റെയിൽവേ മന്ത്രി സുരേഷ് പ്രഭു പറഞ്ഞു. Fully compliment the present Chief Minister who was here recently and he said no, we want to take it forward and we like to work with you and we'll offer you all help and assistance which has been demonstrated in actual action today. നേരത്തെ ദില്ലിയിലെത്തി റെയിൽവേ മന്ത്രിയെ കണ്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ സംയുക്ത സംരംഭം രൂപീകരിക്കുന്നത് വേഗത്തിലാക്കണമെന്ന് അഭ്യർത്ഥിച്ചിരുന്നു. സംയുക്ത സംരംഭത്തിന്റെ മേധാവിയെ സംസ്ഥാന സർക്കാർ തീരുമാനിക്കും. M. സന്തോഷ്, ന്യൂസ് ബ്യൂറോ, ദില്ലി. സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്താറായിട്ടില്ലെന്ന് VS അച്യുതാനന്ദൻ. സർക്കാരിന്റെ 100 ദിനങ്ങളെക്കുറിച്ചുള്ള ചോദ്യത്തിനോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. വിലയിരുത്താനായിട്ടില്ല. LDF സർക്കാരിന്റെ 100ാം ദിനത്തിൽ സർക്കാരിനെ വിമർശിച്ച് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. സർക്കാർ നിഷ്ക്രിയത്വത്തിന്റെ തടവറയിലാണെന്ന് രമേശ് ചെന്നിത്തല. ജനങ്ങൾക്ക് സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടുവെന്നും സംസ്ഥാനത്തെ പോലീസിന് കടിഞ്ഞാണില്ലാത്ത അവസ്ഥയാണെന്നും ചെന്നിത്തല തിരുവനന്തപുരത്ത് പറഞ്ഞു. നിഷ്ക്രിയത്വത്തിൻ്റെ തടവറയിലാണ് ഈ സർക്കാർ നിൽക്കുന്നത്. ഓരോ ഫയലും ഓരോ ജീവിതമാണ് എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി തൻ്റെ ഓഫീസിൽ കെട്ടിക്കിടക്കുന്ന ഫയലുകളെ പറ്റി എന്ത് പറയുന്നു? മന്ത്രിമാരുടെ ഓഫീസുകളിൽ കെട്ടിക്കിടക്കുന്ന ഫയലുകളെ പറ്റി എന്ത് പറയുന്നു? ഇന്ന് മുഖ്യമന്ത്രി 100 ദിവസക്കാലത്തെ നേട്ടങ്ങൾ പറഞ്ഞതിൽ പലതും കഴിഞ്ഞ UDF ഗവൺമെൻറ്റിൻ്റെ പദ്ധതികളാണ്. സംസ്ഥാനത്തെ മുഖ്യമന്ത്രിക്ക് പോലീസിൻ്റെ കടിഞ്ഞാണില്ലാത്ത അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഭരിക്കുന്ന പാർട്ടിയുടെ സമ്മർദ്ദം പോലീസിൽ ശക്തമാവുകയാണ്. നടൻ ശ്രീജിത്ത് രവിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഒറ്റപ്പാലത്ത് സ്കൂൾ വിദ്യാർത്ഥിനികളെ അപമാനിച്ചു എന്ന പരാതിയിലാണ് നടപടി. ഞങ്ങളുടെ പ്രതിനിധി AK ലതീഷ് ചേരുന്നു. ലതീഷ്, ഈ കാറ് ശ്രീജിത്ത് രവിയുടെ ഉടമസ്ഥതയിൽ ഉണ്ടായിരുന്നാണ്, രജിസ്ട്രേഷനിൽ ഉണ്ടായിരുന്നതാണ് എന്ന തരത്തിലായിരുന്നല്ലോ നേരത്തെ വാർത്തകൾ ഉണ്ടായിരുന്നത്. നിലവിൽ എന്താണ് പോലീസ് നടപടി? അരുൺ സൂചിപ്പിച്ച പോലെ തന്നെ കാറ് ശ്രീജിത്ത് രവിയുടെ പേരിലുള്ളതാണ് എന്ന് കഴിഞ്ഞ ദിവസം പോലീസ് ഏകദേശം സ്ഥിരീകരിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് വനിതാ പോലീസ് അടക്കമുള്ള സംഘം, ഒപ്പം ചൈൽഡ് ലൈൻ പ്രവർത്തകരും സ്കൂൾ വിദ്യാർത്ഥിനികളെ സ്കൂളിലെത്തി മൊഴി രേഖപ്പെടുത്തിയിരുന്നു. പൂർണ്ണമായും മൊഴി രേഖപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ കാറിൽ ഉണ്ടായിരുന്നത് ശ്രീജിത്ത് രവി തന്നെയാണെന്ന് കുട്ടികളുടെ മൊഴി കൂടെ വന്ന ഒരു പശ്ചാത്തലത്തിലാണ് ശ്രീജിത്ത് രവിയെ ഇപ്പോൾ ഒറ്റപ്പാലം പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട ഒരു കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. എന്നാൽ ഒരു നമ്പർ, ശ്രീജിത്ത് രവിയുടെ പേരിലുള്ള നമ്പർ വാഹനത്തിലുള്ള ഒരാൾ കുട്ടികളെ അപമാനിച്ചു എന്നുള്ള രീതിയിൽ മാത്രമായിരുന്നു അത്. എന്നാൽ ശ്രീജിത്ത് രവിയാണ് എന്നുള്ള കാര്യം പോലീസ് ഇതുവരെ സ്ഥിരീകരിച്ചിരുന്നില്ല. എന്നാൽ ഇന്ന് ഇപ്പോൾ വൈകിട്ടോടെ അല്പസമയം മുമ്പാണ് ശ്രീജിത്ത് രവിയെ കസ്റ്റഡിയെടുത്തതായി പോലീസ് സ്ഥിരീകരിക്കുന്നത്. അല്പസമയത്തിനൊപ്പം ഒറ്റപ്പാലം പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് കേസിനാസ്പദമായ സംഭവം ഉണ്ടായത്. ശനിയാഴ്ച രാവിലെ സ്കൂളിലേക്ക് പോവുകയായിരുന്ന കുട്ടികൾ അവിടെ ഒറ്റപ്പാലത്തിന് സമീപം പത്തിരിപ്പാലയിലെ ഒരു സ്കൂളിലേക്ക് പോകുന്ന കുട്ടികളുടെ മുന്നിൽ വെച്ച് അശ്ലീല ആംഗ്യം കാണിക്കുകയും ഇവരുടെ ഫോട്ടോ മൊബൈൽ ഫോണിൽ പകർത്തുകയും ചെയ്തു എന്നാണ് കുട്ടികൾ പരാതി പറഞ്ഞത്. കുട്ടികൾ നേരെ സ്കൂൾ പ്രിൻസിപ്പലിനായിരുന്നു പരാതി നൽകിയത്. പ്രിൻസിപ്പൽ പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിക്കൊണ്ടിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ കുട്ടികളുടെ മൊഴി കൂടി വന്ന സാഹചര്യത്തിലാണ് ശ്രീജിത്ത് രവിയെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പോലീസ് കസ്റ്റഡി എടുത്തിരിക്കുന്നത്. അരുൺ, ഒറ്റപ്പാലത്ത് സ്കൂൾ വിദ്യാർത്ഥിനികളെ അപമാനിച്ചു എന്ന പരാതിയിൽ നടൻ ശ്രീജിത്ത് രവിയെ കസ്റ്റഡിയിലെടുത്തു. ലതീഷാണ് വിവരങ്ങൾ നൽകിയത്. സ്വാശ്രയ മെഡിക്കൽ പ്രവേശനത്തിൽ സർക്കാർ നിലപാടിൽ മാറ്റമില്ലെന്ന് ആരോഗ്യമന്ത്രി KK ശൈലജ. മുഖ്യമന്ത്രിയുമായുള്ള
ഇന്നത്തെ ചർച്ചയിൽ പ്രശ്നങ്ങൾ ധാരണയാകുമെന്നും മന്ത്രി പറഞ്ഞു. ഏതായാലും ഇന്ന് തീരുമാനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. കേരളത്തിലെ കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും എല്ലാ ഉത്കണ്ഠ പരിഹരിച്ചുകൊണ്ട് ഇന്നൊരു തീരുമാനത്തിലെത്തുമെന്നാണ്. സർക്കാർ തികച്ചും ന്യായമായ കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. മാനേജ്മെൻറ്റ് അവരുടെ പ്രശ്നങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്ന് മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ചർച്ച ചെയ്ത് ഒരു തീരുമാനത്തിലെത്താൻ കഴിയുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് ഞാൻ. ഇത് മാനേജ്മെൻറ്റ് സ്ഥാപനങ്ങളിൽ 50% സബ്സിഡിയോടുകൂടി പഠിക്കാൻ കുട്ടികൾക്ക് അവസരം ഉണ്ടാവണം എന്ന രീതിയിൽ നിന്ന് സർക്കാരിന് പിന്നോട്ട് പോകാനും വയ്യ. അതേസമയം മാനേജ്മെന്റ് അസോസിയേഷനിൽ ഭിന്നതയില്ലെന്ന് ഡോക്ടർ ഫസൽ ഗഫൂർ പറഞ്ഞു. തെറ്റിദ്ധാരണ പരത്താൻ ചിലർ ശ്രമിക്കുകയാണെന്നും ഫസൽ ഗഫൂർ പറഞ്ഞു. ഇവിടെ സർക്കാരും മാനേജ്മെന്റുമായിട്ട് വളരെ നല്ല രീതിയിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്കൂടെയാണ് ഒരു ലെറ്റർ സെൻട്രൽ ഗവൺമെന്റിന്റെ നിർദ്ദേശം എന്ന് പറഞ്ഞാൽ തെറ്റായിട്ടുള്ള ഒരു ലെറ്റർ പുറത്തുവിട്ടിട്ടാണ് ഈ പ്രതിസന്ധി ഉണ്ടായത്. അതൊക്കെ കഴിഞ്ഞു. ഇപ്പൊ ചെറിയൊരു ഫീസിന്റെ മാത്രം ഒരു തർക്കമുള്ളൂ, 30% സീറ്റിനെ പറ്റിയിട്ട്. അത് സോൾവ് ചെയ്യും എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. മാനേജ്മെന്റ് ഈ സർക്കാരുമായിട്ട് മാനേജ്മെന്റുകൾക്ക് MA ബേബിയുടെ കാലഘട്ടം തൊട്ടിട്ട് അഭിപ്രായ വ്യത്യാസമില്ല. അത് അന്ന് തൊട്ടിട്ട് ഈ സ്വയാശ്രയ പ്രശ്നം ഒരു ഘട്ടത്തിൽ നമ്മൾ സോൾവ് ചെയ്തതാണ്. ആ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. ഇപ്പൊ 11 വർഷങ്ങൾക്ക് ശേഷം ഒരു തെറ്റിദ്ധാരണയുടെ പേരിലാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടില്ല. ആ തെറ്റിദ്ധാരണ നമുക്ക് സോൾവ് ചെയ്യും. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ കേന്ദ്ര ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്ത ദേശീയ പണിമുടക്കിൽ നാളെ രാജ്യം നിശ്ചലമാകും. സർക്കാർ സ്വകാര്യ മേഖലകളിലെ ഭൂരിപക്ഷം സംഘടനകളും പണിമുടക്കിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കുറഞ്ഞ കൂലി 18,000 രൂപയാക്കുക, സ്വകാര്യവൽക്കരണം അവസാനിപ്പിക്കുക തുടങ്ങി 12 ആവശ്യങ്ങളാണ് യൂണിയനുകൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. മോഡി സർക്കാർ അധികാരമേറ്റതിനു ശേഷമുള്ള രണ്ടാമത് ദേശീയ പണിമുടക്ക് പൂർണ്ണ വിജയമാക്കാനുള്ള ശ്രമത്തിലാണ് തൊഴിലാളി സംഘടനകൾ. സംഘടിത അസംഘടിത മേഖലകളിലെ തൊഴിലാളികൾ, കേന്ദ്ര സംസ്ഥാന ജീവനക്കാർ, അധ്യാപക അനധ്യാപക സംഘടനകൾ, ബാങ്കിംഗ്, ടെലികോം, ഇൻഷുറൻസ് മേഖലകളിലെ സംഘടനകൾ തുടങ്ങി രാജ്യത്തെ ബഹുഭൂരിപക്ഷം സംഘടനകളും പണിമുടക്കിന്റെ ഭാഗമാകും. കുറഞ്ഞ വേതനം 18,000 രൂപയാക്കുക, എല്ലാ തൊഴിലാളികൾക്കും 3,000 രൂപയിൽ കുറയാത്ത പെൻഷൻ ഉറപ്പാക്കുക, പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യവൽക്കരിക്കുന്നത് അവസാനിപ്പിക്കുക തുടങ്ങി 12 ആവശ്യങ്ങളാണ് ട്രേഡ് യൂണിയനുകൾ മുന്നോട്ട് വച്ചത്. ഇതിൽ ഒന്നുപോലും അംഗീകരിക്കാനോ പണിമുടക്ക് നോട്ടീസ് നൽകിയ സംഘടനകളെ ചർച്ചയ്ക്ക് വിളിക്കാനോ സർക്കാർ തയ്യാറായില്ല. കഴിഞ്ഞ വർഷത്തെ പണിമുടക്കിൽ പങ്കെടുത്തതിനേക്കാൾ കൂടുതൽ തൊഴിലാളികൾ ഈ പണിമുടക്കിൽ പങ്കെടുക്കുമെന്ന് CITU അഖിലേന്ത്യാ പ്രസിഡന്റ് AK പത്മനാഭൻ പറഞ്ഞു. കഴിഞ്ഞ കൊല്ലം 2015 സെപ്റ്റംബർ 2 പങ്കെടുത്തതിനേക്കാൾ കൂടുതൽ തൊഴിലാളികളും ജീവനക്കാരും ഈ പണിമുടക്കിൽ പങ്കെടുക്കുന്നുള്ളതാണ് ഇപ്പോഴുള്ള നിലപാട്. CITU, AITUC, INTUC ഉൾപ്പെടെ 10 കേന്ദ്ര ട്രേഡ് യൂണിയനുകളാണ് ദേശീയ പണിമുടക്കിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. BJP അനുകൂല സംഘടനയായ BMS പണിമുടക്കിൽ പങ്കെടുക്കുന്നില്ല. M സന്തോഷ്, ന്യൂസ് ബ്യൂറോ, ദില്ലി. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം VV ദക്ഷിണാമൂർത്തിക്ക് ആയിരങ്ങളുടെ അന്ത്യാഞ്ജലി. ഔദ്യോഗിക ബഹുമതികളോടെ കോഴിക്കോട് പാലേരിയിലെ വീട്ടുവളപ്പിൽ മൃതദേഹം സംസ്കരിച്ചു. സ്വന്തം മൂർത്തിമാഷിന് ഹൃദയവായ്പോടെയുള്ള യാത്രാമൊഴിയാണ് കോഴിക്കോട് നൽകിയത്. രാവിലെ 8:30 വരെ CPIM ജില്ലാ കമ്മിറ്റി ഓഫീസായ CH കണ്ണാറൻ സ്മാരക മന്ദിരത്തിൽ പൊതുദർശനത്തിന് വെച്ച ശേഷം വിലാപയാത്രയായാണ് മൃതദേഹം ജന്മനാട്ടിലെത്തിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയനും CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും മന്ത്രിമാരായ കടന്നപ്പള്ളി രാമചന്ദ്രൻ, AK ശശീന്ദ്രൻ തുടങ്ങിയവർ ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ നിര്യാണം CPIMന് വലിയ തോതിലുള്ള വിടവാണ് സൃഷ്ടിക്കുന്നത്. ചില കാര്യങ്ങൾക്ക് പകരമുണ്ടാവില്ല എന്നതാണ് വസ്തുത. മൂർത്തിമാഷ് ആ ഗണത്തിൽപ്പെടുന്നയാളാണ്. വഴിയിലുടനീളം നൂറുകണക്കിന് ആളുകളാണ് പ്രിയപ്പെട്ട നേതാവിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ എത്തിയത്. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ നിരവധി ആളുകൾ ആദരാഞ്ജലികൾ അർപ്പിച്ചു. VV ദക്ഷിണാമൂർത്തിയുടെ പൊതുപ്രവർത്തനം ആരംഭിച്ച പേരാമ്പ്രയിൽ CPIM ഏരിയ കമ്മിറ്റി ഓഫീസിൽ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചു. അധ്യാപകനായി ദീർഘകാലം സേവനമനുഷ്ഠിച്ച വടക്കമ്പാട് ഹയർ സെക്കൻഡറി സ്കൂളിലും പൊതുദർശനത്തിന് വെച്ച ശേഷമാണ് പാലേരിയിലെ വീട്ടിലേക്ക് ഭൗതിക ശരീരം എത്തിച്ചത്. ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാരം. മക്കളായ അജയ്കുമാർ, പ്രസാദ് എന്നിവർ ചിതയ്ക്ക് തീകൊളുത്തി. CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ, മന്ത്രി TP രാമകൃഷ്ണൻ, കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ എളമരം കരീം, A വിജയരാഘവൻ, ജില്ലാ സെക്രട്ടറി P മോഹനൻ മാസ്റ്റർ, P ജയരാജൻ തുടങ്ങി പ്രമുഖ നേതാക്കൾ വിലാപയാത്രയെ അനുഗമിച്ചു. കൈരളി TVക്ക് വേണ്ടി ഡയറക്ടർ A മൂസ മാസ്റ്റർ റീത്ത് സമർപ്പിച്ചു. തുടർന്ന് അനുശോചന യോഗവും ചേർന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഓണക്കാഴ്ചകൾ. ആഴ്ചകൾക്ക് മുൻപേ ഓണത്തെ വരവേറ്റ് ഖാദി കൈത്തറി വ്യവസായം. ഓണം, റംസാൻ ഉത്സവകാലങ്ങളെ മുന്നിൽ കണ്ട 30% റിബേറ്റോടെയാണ് ഖാദി ഉൽപ്പന്നങ്ങൾ വിപണിയിൽ എത്തിയിരിക്കുന്നത്.
ട്യൂഷനിൽ നിറയെ വിഭവങ്ങൾ അടങ്ങിയ ഓണസദ്യ പോലെ വൈവിധ്യമാർന്ന തനതു കൈത്തറി ഉൽപ്പന്നങ്ങളും കരകൗശല വസ്തുക്കളുമായാണ് ഖാദി ഗ്രാമവ്യവസായം ഇത്തവണ ഓണത്തെ വരവേൽക്കുന്നത്. മുൻ വർഷങ്ങളിലേതുപോലെ 30% റിബേറ്റോടു കൂടിയാണ് ഖാദി ഉൽപ്പന്നങ്ങൾ ഓണവിപണി കീഴടക്കിയിരിക്കുന്നത്. ഇതിനു പുറമെ സർക്കാർ, അർദ്ധ സർക്കാർ ജീവനക്കാർക്ക് ക്രെഡിറ്റ് പർച്ചേസിനുള്ള ആനുകൂല്യം ലഭിക്കും. ഓണത്തിനു മുന്നോടിയായി ആരംഭിച്ച ഖാദി ഓണമേളയെക്കുറിച്ച് കോഴിക്കോട് ഖാദി ഗ്രാമവ്യവസായ ഓഫീസ് മാനേജർ സുഹ്റാബി. വിവിധ തരം സിൽക്ക് സാരികൾ, ടെസർ സിൽക്ക്, ജൂട്ട് സിൽക്ക്, പ്രിന്റഡ് സിൽക്ക്, അങ്ങനെ ഒരുവിധം നമ്മുടെ എല്ലാ പ്രൊഡക്റ്റുകളും ഉണ്ട്. സാരികൾ തന്നെ ഇറക്കുന്നുണ്ട്, സിൽക്ക് സാരികൾ ഇറക്കുന്നുണ്ട്. പിന്നെ ജയ്പൂരിൽ നിന്നും അവിടുന്ന് നമ്മളെ ഖാദി ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് വരുന്ന ബെഡുകൾ വരുന്നുണ്ട്. ബെഡ്ഷീറ്റുകൾ, പില്ലോ കവർ, പിന്നെ കോട്ടൺ തുണിത്തരങ്ങൾ. നമ്മൾ കോഴിക്കോട് തന്നെ നമ്മളുടെ തനതായ പ്രൊഡക്റ്റ് തന്നെയാണ്. നമ്മൾ കോഴിക്കോട് തന്നെ പ്രൊഡക്റ്റ് ചെയ്തിട്ട് പ്രൊഡക്ഷനുള്ള സാധനങ്ങളാണ് അത് കൂടുതലും വിൽക്കുന്നത്. തനതു കൈത്തറി ഉൽപ്പന്നങ്ങൾക്ക് പുറമെ ഒരു വീട്ടിലേക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങളെല്ലാം ഒരു കുടക്കീഴിൽ തനത് നിർമ്മാണ രീതിയിൽ ലഭിക്കുന്നുവെന്നാണ് ഖാദി ഓണമേളയുടെ പ്രത്യേകത. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.